ഭീകരത വിതയ്ക്കുന്ന പലസ്തീനെ ഹമാസിനെ പലരും സ്വാതന്ത്ര്യ സമര പോരാളികളായാണ് ചിത്രീകരിക്കുന്നത്. ഇസ്രയേലിലേക്ക് കടന്നുകയറി 1500ഓളം പേരെ വെടിവെച്ചു കൊല്ലുകയും സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ മാനഭംഗപ്പെടുത്തുകയും തടവിലാക്കുകയും ചെയ്ത ഹമാസിന്റെ യഥാർത്ഥ ചിത്രം വരച്ചു കാണിക്കുകയാണ് തന്റെ FB കുറിപ്പിലൂടെ KA നസീർ ചെയ്യുന്നത്. പ്രാണനും കയ്യിൽ പിടിച്ച് മനുഷ്യർ ഓടിയെത്തുന്ന ആശുപത്രികൾക്കടിയിൽ തുരങ്കങ്ങളുണ്ടാക്കുക, കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾക്കടിയിൽ തുരങ്കങ്ങളുണ്ടാക്കുക, അഭയാർത്ഥി ക്യാമ്പുകൾക്കടിയിലും അവർക്കിടയിലും ഒളിച്ചു കഴിയുക, ജനങ്ങൾ തിങ്ങി ജീവിക്കുന്ന ഇടങ്ങളിലൊക്കെ ഒളിസങ്കേതങ്ങൾ പണിയുക, അവിടങ്ങളിൽ നിന്നൊക്കെ അപരന്റെ നെഞ്ചിലേക്ക് കണ്ണും മൂക്കുമില്ലാതെ റോക്കറ്റ് ആക്രമണം നടത്തുക. റോക്കറ്റ് വന്ന സ്ഥലം സ്കെച്ച് ചെയ്ത് ഇസ്രയേൽ തിരിച്ചടിക്കുമ്പോൾ ആശുപത്രിയിലും സ്കൂളുകളിലും ക്യാമ്പുകളിലുമുള്ള സാധാരണ മനുഷ്യരെ പരിചയാക്കി കുരുതി കൊടുക്കുക. തൊട്ടടുത്ത നിമിഷം സ്ത്രീകൾ, ഗർഭിണികൾ, കുട്ടികൾ എന്ന നിലവിളികളും കള്ളക്കണക്കുകളും കൊണ്ട് ലോകത്തിനു മുന്നിൽ ഇരവാദം മുഴക്കുക. തുരങ്കങ്ങൾക്കകത്തിരുന്ന് അടുത്ത കലാപത്തിനുള്ള കോപ്പ് കൂട്ടുക. അവശ്യ സാധനങ്ങളുമായി എത്തുന്ന ട്രക്കുകളിലൂടെ ആയുധങ്ങൾ കടത്തുക. ഭക്ഷണ സാധനങ്ങളുമായി എത്തുന്ന ട്രക്കുകൾ കൊള്ളയടിച്ച് തുരങ്കങ്ങളിലേക്ക് കടത്തുക. ബാക്കിയുള്ളവ കരിഞ്ചന്തയിൽ മറിച്ചു വിൽക്കുക. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന സഹായ ട്രക്കുകളിൽ നിന്ന് സാധനങ്ങൾ കൈപ്പറ്റുന്നതിൽ നിന്നും ഗാസക്കാരെ തടയുക. അവർക്കിടയിലേക്ക് ഗ്രനേഡ് എറിയുക. ഭക്ഷണം വാങ്ങാൻ എത്തുന്നവരെ വെടിവെച്ച് വീഴ്ത്തുക. സ്വന്തം ജനത മുഴുവനും ചത്തുടങ്ങിയിട്ടായാലും അപരൻ നശിച്ചു കണ്ടാൽ മതി എന്ന് കരുതി മരിക്കാൻ വേണ്ടി ജീവിക്കുക. മരണാനന്തര ഇന്ദ്രിയ സുഖം കൊതിച്ച് ജീവിതം നരകമാക്കുക. ഇപ്പോൾ ഗാസൻ ജനത തന്നെയും ശപിച്ചുകൊണ്ടിരിക്കുന്ന ഈ അധമവർഗത്തിന്, ഈ തുരങ്കജീവികൾക്ക് കേരളത്തിൽ പേര് സ്വാതന്ത്ര്യ സമരസേനാനികൾ, പോരാളികൾ, പിറന്ന മണ്ണിന് വേണ്ടി പടവെട്ടുന്നവർ. മണ്ണ് കിട്ടിയാൽ തീരുന്ന പ്രശ്നമല്ല ഇവന്മാരുടേത് എന്ന സത്യം ലോകം അംഗീകരിക്കുന്ന കാലത്ത് മാത്രമേ സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ അർത്ഥമുള്ളൂ. അവരെന്ത് ചെയ്താലും അവർ നിരപരാധികളാണ്.